ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിദ്യാസൻ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് ഒരു എഗ്ഗ് സാൻഡ്വിച്ചിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഹെൽത്തിയാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാനും വേണമെങ്കിൽ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക്, ഹെൽത്ത് നോക്കുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എഗ്ഗ് സാൻഡ്വിച്ചിന് വേണ്ടി 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ 5 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ മാറ്റി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 മുട്ട ഞാൻ എടുത്തത് ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്തിനെന്ന് വെച്ചാൽ മയോനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സാധാരണ മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മയോനൈസ് ഉണ്ടാക്കാറുണ്ട്. അന്നേരം ഇവിടെ ഓയിൽ അവോയ്ഡ് ചെയ്ത് മുട്ട പുഴുങ്ങിയത് ചേർത്ത് ആണ് നമുക്കിനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മയോനൈസ്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഞാൻ കഷ്ണിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഷുഗർ, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, പകരം 1 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നല്ല അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അതാണ്ട് നോക്കി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് മയോനൈസ്. പുളിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളി കുറവുണ്ടെങ്കിൽ നാരങ്ങാനീര്, വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഉടച്ചെടുക്കാം. ഞാൻ ഫോർക്ക് വെച്ചാണ് ഉടച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ തന്നെ. മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ചില കുട്ടികൾ കുറച്ച് കഴിക്കത്തുള്ളൂ, മഞ്ഞ കരുവൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. കാരണം എൻ്റെ വീട്ടിലായാലും എൻ്റെ മോള് പുഴുങ്ങിയ മുട്ട കഴിക്കാറില്ല, ചിലപ്പോൾ ഓംലെറ്റ് മാത്രം കഴിക്കും. മോനാണെങ്കിൽ പുഴുങ്ങി കൊടുത്താൽ ഇതിൻ്റെ മഞ്ഞ കളറ് കഴിക്കത്തില്ല. അന്നേരം ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ അവർ യാതൊരു വെറുപ്പും കാണിക്കാതെ നല്ല ടേസ്റ്റോടു കൂടിയാണ് അവർ കഴിച്ചത്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കുക്കുംബർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാബേജ്, അതും ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കുക്കുംബറും ക്യാബേജും ഒക്കെ ഓപ്ഷനല്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാളയും പിന്നെ തക്കാളിക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് തക്കാളിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത്. പിന്നെ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മയോനൈസും കൂടി ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തക്കാളിക്ക് ഇടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മളിവിടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം തക്കാളിക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പകുതി ലെമൺ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡിലോട്ട് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുക്കാം. ഇവിടെ ഞാൻ ബ്രൗൺ ബ്രെഡും എടുത്തിട്ടുണ്ട്, വൈറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡ് എനിക്ക് ഹസ്ബൻഡിനുമാണ്, കുട്ടികൾക്ക് വൈറ്റ് ബ്രെഡും കൊടുക്കാൻ എടുത്തതാണ്. ഇനി ഞാൻ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ബ്രെഡിൻ്റെ മാത്രമേ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അത് കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഇച്ചിരി ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയത് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീസും കൂടി വെച്ച് കൊടുക്കുകയാണ്. ചീസ് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ വെച്ച് കൊടുക്കാം, ചീസ് ഇല്ലെങ്കിൽ അങ്ങനെ ആയാലും മതി. വീണ്ടും അടുത്തതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ബ്രെഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ടോസ്റ്ററിനകത്തോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പാനിനകത്തോട്ട് കുറച്ച് ബട്ടർ കൂടെ തേച്ചിട്ട് നമുക്ക് വെച്ച് കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ടോസ്റ്റർ ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്നായിട്ട് റെഡിയായി കിട്ടി. ഞാൻ അതിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടാണ് വെച്ചത്. ഇല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നോർമലായിട്ട് കഴിക്കുകയും ചെയ്യാം നമുക്കിത്.
അങ്ങനെ നമ്മൾ ടോസ്റ്ററിനകത്ത് വെച്ച് ദേ എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വൈറ്റ് ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബ്രൗൺ ബ്രെഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചീസൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നോർമലായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഒന്നുകൂടെ ഇതും കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ആ ഒരു ക്രിസ്പിയൊക്കെ ബ്രെഡിന് കിട്ടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഓഫീസിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.